എവിടെ പോവാ? ഹായ്, നദാൻ സ്പേസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കൊരക്കാലയിൽ നിന്ന് ടൂർ പോവുകയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നമ്മൾ ഒത്തിരി വെയിറ്റ് ചെയ്തിരുന്നൊരു ദിവസമാണ്. നദാൻകുട്ടൻ്റെ ഫസ്റ്റ് ടൂറിസ്റ്റ് ബസ് എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര എക്സ്പെക്റ്റേഷനോടുകൂടിയാണ് നമ്മൾ പോണത്. 6:30 കൂടി നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ നമ്മൾ ബസ്സിലെത്തിയപ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ പോകുന്നത് ആദ്യം തൃശ്ശൂർ, അവിടുന്ന് പാലക്കാട്. തൃശ്ശൂർ സൂ, പുത്തൻപള്ളി, അവിടുന്ന് പാലക്കാട് ഫോർട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനുശേഷം മലമ്പുഴ ഡാമും വിസിറ്റ് ചെയ്ത് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൂർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. വീഡിയോസിനെല്ലാം ഭയങ്കരമായിട്ട് മിസ് ചെയ്തതോടുകൂടി ടൂറ് ഉണ്ടായിരുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റി. ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ പതിയെ തുടങ്ങി വരുന്നതേ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാനുള്ള ഫസ്റ്റ് ബ്രേക്ക് നമ്മളെടുത്തു. നമ്മളൊരു പെട്രോൾ പമ്പിൻ്റെ സൈഡിലായിട്ടാണ്. ഇത് ശരിക്കും ഇവരുടെ ഒരു മെയിൻ പോയിൻ്റാണെന്ന് തോന്നുന്നു. ഇവിടെയാണ് സ്ഥിരം പോകുമ്പോൾ കഴിക്കാറുണ്ടായിരുന്നത്. നമുക്ക് ബാത്റൂം സൗകര്യവും അതുപോലെ വെള്ളവും ഇരിക്കാനും ഒക്കെ സൗകര്യമുള്ളൊരു നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു പമ്പായിരുന്നു. നദാൻകുട്ടൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ടൂറിസ്റ്റ് ബസ്സിൽ പോവുക, അതിന് നിൽക്കുക, അതിൻ്റെ ക്യാബിനിലിരിക്കുക. അവനെപ്പോഴും പറയും, അവൻ കാണുന്ന റീൽസിലും ഷോർട്സിലെല്ലാം ഈ ടൂറിസ്റ്റ് ബസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസായിരുന്നു. അപ്പം ഭയങ്കര സന്തോഷമായിട്ട് അതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അതൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് യാത്ര തുടങ്ങിയത് നേരെ തൃശ്ശൂർ പുത്തൻപള്ളിക്കാണ്. ഇന്ത്യയിലെ തന്നെ ഒന്നാമത്തേതും ഏഷ്യയിലെ മൂന്നാമത്തേതുമായ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ദേവാലയമാണ് ഈ തൃശ്ശൂർ പുത്തൻപള്ളി എന്ന് പറയുന്ന മൈനർ ബസിലിക്ക. ഇത് സീറോ മലബാർ കാത്തലിക് ചർച്ചായിട്ടാണ് അറിയപ്പെടുന്നത്. ഇത് വ്യാകുല മാതാവിൻ്റെ പള്ളി എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഒരു നിർമ്മാണ ശൈലി എന്ന് പറയുന്നത് ഒരു ഗോത്തിക് വാസ്തുശില്പ ശൈലിയുടെ മാതൃക പിന്തുടർന്നുകൊണ്ടാണ് ഇതിൻ്റെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നിരിക്കുന്നത്. അതിനുശേഷം ഉണ്ടായ പുനർനിർമ്മാണവും മറ്റ് കൂട്ടിച്ചേർക്കലുകളും കേരള, ഡച്ച്, ഫ്രഞ്ച്, പോർച്ചുഗീസ് മാതൃകകളൊക്കെ ഭയങ്കരമായിട്ട് മിക്സപ്പായിട്ട് നിൽക്കുന്ന ഒരു ഭയങ്കര ഒരു എസ്തെറ്റിക് ബ്യൂട്ടിയുള്ളൊരു ക്രിസ്ത്യൻ ദേവാലയമാണിത്. ഒരു പ്രധാന അൾത്താരയും ഏകദേശം 5ഓളം ചെറിയ അൾത്താരകളും അടങ്ങിയൊരു പള്ളിയാണിത്. 1929 ഇത് പുനർനിർമ്മിക്കുന്നത്. ഏകദേശം 11 വർഷത്തോളം എടുത്തിട്ടാണ് ഈ പള്ളിയുടെ മുഴുവൻ നിർമ്മാണ കാര്യങ്ങളും പൂർത്തിയാകുന്നത്. ഏകദേശം 30,000 പേർക്ക് ഒന്നിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സിറ്റി കപ്പാസിറ്റി ഉള്ളൊരു പള്ളിയാണിത്. ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യപ്പെട്ട 8 മണികളാണ് ഇപ്പോഴും ആ പള്ളിയിൽ ഉപയോഗിക്കുന്നത്. ഇതൊരു ആഗോള തീർത്ഥാടന മരിയൻ കേന്ദ്രമാണ്. 2002 ഒരു ബൈബിൾ ടവർ ഇവിടെ സ്ഥാപിക്കപ്പെടുന്നത്. ഈ ബൈബിൾ ടവറിൽ ധാരാളം ബൈബിളുകൾ പ്രദർശനത്തിനായിട്ട് വെച്ചിട്ടുണ്ട്. പല ഭാഷയിൽ, പല രീതിയിൽ. നമ്മളിപ്പം ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിൾ യൂസ് ചെയ്യുന്നവരുണ്ട്. NIV, KJV, OMNI, അങ്ങനെ ഒത്തിരി പല തരത്തിലുള്ള ബൈബിളുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിന് മുകളിൽ നിന്ന് നോക്കിയാൽ തൃശ്ശൂർ പട്ടണത്തിൻ്റെ ചെറിയൊരു വ്യൂവും നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഏകദേശം 260 അടി ഉയരത്തിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. പുത്തൻപള്ളിയുടെ ചരിത്രം പറയുന്ന വിധത്തിൽ 1986 ജോൺ പോൾ മാർപ്പാപ്പ ഈ ദേവാലയം സന്ദർശിച്ചതും കൂടെ കൂട്ടി വായിക്കേണ്ടതായിട്ടുണ്ട്. ഈ ബൈബിൾ ടവറിൻ്റെ സൈഡിലും മറ്റ് ചുവരുകളിലൊക്കെയായി ധാരാളം ചിത്രപ്പണികൾ നമുക്ക് കാണുവാൻ സാധിക്കും. അത് മ്യൂറൽ പെയിൻറ്റിംഗ് ആയിട്ടും ഓയിൽ പെയിൻറ്റിംഗ് ആയും തടികൾ കർവ് ചെയ്ത് വെച്ചതായിട്ടും ഗ്ലാസ് പെയിൻറ്റിംഗ് ആയിട്ടും പല തരത്തിലുള്ള യേശു കർത്താവിൻ്റെ ജീവചരിത്രത്തിലെ പല ഈവൻസുകളാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ മുകളിലോട്ട് ഒരു ലിഫ്റ്റ് വഴി കയറിപ്പോയെങ്കിലും നമുക്ക് താഴോട്ട് സ്റ്റെപ്പ് ഇറങ്ങി വേണം. നമ്മൾ ഇതെല്ലാം കണ്ടാണ് നമ്മൾ ഇറങ്ങി വരുന്നത്. അതെല്ലാം കണ്ട് നമ്മൾ ഇറങ്ങി വന്ന് പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് എല്ലാവരും ചേർന്ന് ഒരു ഫോട്ടോ എടുത്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് യാത്രയായത്. വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ ഓർമ്മ പുസ്തകത്തിൽ ചേർത്ത് വെക്കാൻ പറ്റിയൊരു ചെറിയൊരു ഫോട്ടോ. നമ്മൾ ശരിക്കും ഹയാത്തിൽ സ്റ്റേ എടുക്കുമ്പോൾ സ്ഥിരമായി വിസിറ്റ് ചെയ്യുന്നൊരു പള്ളിയാണ് ഈ പുത്തൻ പള്ളി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നദാൻകുട്ടന് ഇതിനകത്ത് വലിയ എക്സൈറ്റ്മെൻറ്റ് ഫാക്ടേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവൻ ബൈബിൾ ടവറിൽ ആദ്യമായിട്ട് കയറിയിരുന്നത്. പിന്നെ എല്ലാവരുടെയും കൂടെ എൻജോയ് ചെയ്ത് അവനും നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് തൃശ്ശൂർ സൂ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇത് ഏകദേശം
1985 സ്റ്റാർട്ട് ചെയ്തൊരു മൃഗശാലയാണ്. ഒരു വളരെ പഴക്കം ചെന്നൊരു മൃഗശാല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏകദേശം 306 ഏക്കർ വിസ്തീർണത്തിൽ പരന്നു കിടക്കുന്ന ഒരു മൃഗശാലയാണിത്. പക്ഷേ പണ്ടത്തെ പോലെ നമ്മുടെ തിരുവനന്തപുരം മൃഗശാല അപേക്ഷിച്ച് നോക്കിയാൽ യാതൊന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ കയറാതെ പോയിരുന്ന സ്ഥലമാണ്. വളരെ വിരലിലെണ്ണാവുന്ന മൃഗങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ. ഈ തൃശ്ശൂർ സൂ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പീച്ചി ഡാമിനോട് അടുത്താണ്. ഇവിടുന്ന് പീച്ചി ഡാമിലേക്കൊക്കെ പോകാൻ വളരെ എളുപ്പമാണ്. ഇവിടെ ചെന്നതിന് ശേഷം വളരെ മെനക്കി അടുത്ത് കണ്ട ഒരേ ഒരു സാധനം ഈ ചെമ്പോത്താണ്. ഈ ചെമ്പോത്ത് എന്തോ അവിടെ ഒരു ഇര തപ്പി വളരെ കാര്യമായിട്ട് നടന്നു പോകുന്നതായിരുന്നു. അതിനെ മാത്രം ഞങ്ങൾ വളരെ ക്ലിയർ കട്ടായിട്ട് കണ്ടത്. ഇതിനുശേഷം ഉണ്ടായിരുന്നൊരു പ്രധാനപ്പെട്ട ആകർഷണം ടൈഗറായിരുന്നു. 2 ടൈഗർ, പുള്ളിപ്പുലി, ലയണിനെ കാണാൻ സാധിച്ചില്ല. പിന്നെ ഒരു മുതലയുണ്ടായിരുന്നു. ഇത്രയും ഉണ്ടായിരുന്നു. അതിനകത്ത് നദാൻകുട്ടന് ഭയങ്കര ആകർഷണീയമായിട്ട് തോന്നിയ ജീവികൾ ഇതൊക്കെയായിരുന്നു. അത്രയും തന്നെ എൻ്റെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുരങ്ങന്മാരൊക്കെ ഒരു 3-4 എണ്ണമൊക്കെ ഒരു കൂട്ടിലുണ്ടായിരുന്നുള്ളൂ. അതും ഭയങ്കര സിക്കായിട്ടുള്ള ജീവികളായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ എല്ലാം റിനോവേഷൻ്റെ ഭാഗമായിട്ടൊന്നെങ്കിൽ മാറ്റിയിട്ടുണ്ടാകുക, അല്ലെങ്കിൽ പുതിയിടത്ത് ബാക്കിയുള്ള മൃഗങ്ങളെയൊക്കെ കൊണ്ടുവരാം. ഞങ്ങൾ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് പപ്പ ഇതിനകത്ത് കയറാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. പപ്പ ഇവിടെ ഇരിക്കുകയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഇതിനകത്തുള്ളൊരു ശക്തൻ തമ്പുരാൻ്റെ മറ്റ് ഉപയോഗിച്ച സാധനങ്ങളും മറ്റ് പ്രദർശന വസ്തുക്കളൊക്കെ കാണിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഞാൻ പോയി. നദാൻകുട്ടന് ഇഷ്ടമുണ്ടായിട്ടാണ് അങ്ങ് പോയത്. കാരണം അവിടെ ധാരാളം മൃഗങ്ങളെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നതും അതിൻ്റെ സ്കെൽറ്റൻസ് യൂസ് ചെയ്തേക്കുന്നതൊക്കെ ഈ ഒരു സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്. അധികം ആരും അങ്ങ് ചെന്ന് കയറാൻ സാധ്യമില്ലാത്ത ഇടമാണ്. ഞങ്ങൾ അവിടെയെല്ലാം പെട്ടെന്ന് സ്കിപ്പായിട്ട് ഇങ്ങോട്ടാണ് വന്നത്. ഇതാകുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണാനും കുറേ വായിച്ചു നോക്കി മനസ്സിലാക്കുവാനൊക്കെ സാധിക്കുന്ന ഒരിടമായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. ഇതിനകത്ത് തന്നെ പലതരത്തിലുള്ള മണ്ണുകൾ, കല്ലുകൾ, അതുപോലെ തന്നെ ആയുധങ്ങൾ, അവരുപയോഗിച്ചിരുന്ന നാണയങ്ങൾ, തോൽ, മരവുരി, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് യാതൊരു കേട്ടുപരിചയം മാത്രമുള്ള കുറേ കാര്യങ്ങൾ അവിടെ പ്രദർശനത്തിനായിട്ടുണ്ടായിരുന്നു. ഇതൊരു ട്രാം മോഡലാണ്. ഈ ട്രാംവേ എന്ന് പറയുന്നത് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏകദേശം 50 മൈൽ അകലെയുള്ള പറമ്പിക്കുളത്ത് നിന്ന് തടി കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു ട്രാംവേ മോഡലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ, അവരുടെ പടച്ചട്ടകൾ, പടക്കോപ്പുകൾ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അവിടെ പ്രദർശനത്തിലുണ്ടായിരുന്നു. ഇമ്പാല, കരടി, കടുവ, കഴുതപ്പുലി അങ്ങനെ തുടങ്ങിയ അനേക ജീവികളെ അവിടെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മലയണ്ണാനെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇതിനെയൊക്കെ നദാൻകുട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇതൊക്കെ എന്താണെന്ന് കാണാൻ ഇതിനെയൊക്കെ വീഡിയോസിലും ഫോട്ടോസിലും കണ്ട് ഉള്ളതല്ലേ ഉള്ളൂ. അതിനെയൊക്കെ നമുക്കിന്ന് സ്റ്റഫ് ചെയ്ത് വെച്ചതാണെങ്കിലും നമുക്കതൊക്കെ കാണുവാൻ സാധിച്ചിട്ടുണ്ട്. അനേക ഉപാധികളോടുകൂടി നദാൻകുട്ടൻ നമ്മളെ ചാക്കിട്ട് ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് അവിടെ നിന്ന് കഴിക്കുകയും ചെയ്തു. എന്തായാലും ചേട്ടയെ വരുന്നതുകൊണ്ട് ധൈര്യമായിട്ട് മേടിച്ച് കൊടുക്കാനും പറ്റി. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് പാലക്കാട്ടേക്കാണ്. കേരളത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ ഡിസ്ട്രിക്റ്റാണ്. ഇതിന് ഈ 2006 ഈ പാലക്കാടിന് ഏറ്റവും വലിയ ജില്ല, 2ാമത്തെ വലിയ ജില്ല എന്നുള്ള പദവി കിട്ടിയിരുന്നത്. പക്ഷേ 2023 കാടാമ്പുഴ എന്ന് പറയുന്നൊരു വില്ലേജ് ഇടുക്കി ജില്ലയോട് ചേർക്കപ്പെട്ടപ്പോഴാണ് അതിൻ്റെ ആ ഒരു പ്രാധാന്യം നഷ്ടപ്പെട്ടത്. നമ്മളിപ്പോൾ കടന്നു പോകുന്നത് കുതിരാൻ തുരങ്കത്തിലൂടെയാണ്. കേരളത്തിലെ ആദ്യത്തെ തുരങ്കപ്പാതയാണ് ഈ ആറുവരി കുതിരാൻ തുരങ്കം. 2016 മുതൽ 2021 വരെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയും നിതിൻ ഗഡ്കരി കേന്ദ്ര ഗതാഗത മന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഇത് ഔദ്യോഗികമായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അവിടെ നിന്ന് നമ്മൾ നേരെ മലമ്പുഴ ഗാർഡനിലേക്കാണ് എത്തിച്ചേർന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടുകളിലൊന്നാണ് ഈ മലമ്പുഴ ഡാം എന്ന് പറയുന്നത്. നമ്മുടെ പാലക്കാട് ജില്ല എന്ന് പറയുന്നത് കുന്തിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, സിരുവാണിപ്പുഴ, ഭവാനിപ്പുഴ അങ്ങനെ ധാരാളം
പുഴകളാൽ സമൃദ്ധവും എന്നാൽ വാളയാർ ചുരത്തിൻ്റെ സാന്നിധ്യമുള്ളതുകൊണ്ട് തമിഴ്നാട്ടിലെ പോലെ വളരെ വരണ്ട കാലാവസ്ഥയും അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ പാലക്കാട്. അപ്പം അതിനുവേണ്ടി പണ്ടിത് മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു. അങ്ങനെ അന്ന് ഉയർന്നു വന്ന ഒരു ആശയമാണ് ഇവിടെ ഒരു തടയണ നിർമ്മിച്ചു ഒരു ഡാം നിർമ്മിക്കുക എന്നുള്ളത്. ഇത് മദ്രാസ് സർക്കാരിൻ്റെ ആശയമാണെങ്കിലും ജലസേചനം, വ്യവസായം, വൈദ്യുതി ഉൽപ്പാദനം, മത്സ്യ വളർത്തൽ, അതുപോലെ ജലഗതാഗതം എന്നിവയൊക്കെ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഈ മലമ്പുഴ ഡാം നിർമ്മിക്കപ്പെട്ടത്. കൽപ്പാത്തിപ്പുഴയുടെ പോഷക നദികളായ മലമ്പുഴ നദി അതുപോലെ തന്നെ ഭാരതപ്പുഴ ഇവ രണ്ടും തടഞ്ഞു നിർത്തിയാണ് ഈ മലമ്പുഴ ഡാം നിർമ്മിക്കപ്പെട്ടത്. 1955 ഇത് നിർമ്മിക്കപ്പെട്ടത്. അതിനോടുകൂടെ ചേർന്ന് നിന്ന് കാട് പിടിക്കപ്പെട്ട സ്ഥലങ്ങൾ ഒരു ഉദ്യാനമായിട്ട് സംരക്ഷിക്കുവാൻ ജലസേചന വകുപ്പ് തീരുമാനിക്കുകയാണ്. ഇത് മലമ്പുഴ ഡാമിലെ ഒരു പ്രധാനപ്പെട്ട ആകർഷണീയതയാണ് ഈ തൂക്കുപാലം എന്ന് പറയുന്നത്. ഏകദേശം 25 വർഷങ്ങൾ മുമ്പ് ഇവിടെ ടൂർ വന്നപ്പോൾ പപ്പ എന്നെ കൈ പിടിച്ച് കൊണ്ടുവന്ന ഒരു സ്ഥലമാണിത്. ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് ഈ പാലത്തിൽ വെറും തടിക്കഷ്ണങ്ങളാണ്. അപ്പം നമുക്ക് താഴോട്ട് നോക്കിയാൽ വെള്ളം കാണാം. അങ്ങനെ ഞാൻ കരഞ്ഞ് പപ്പ എന്നെ കൈ പിടിച്ച് പകുതിയായപ്പോൾ എടുത്ത്. അന്ന് ഈ തൂക്കുപാലം ഇത്രയും സ്റ്റേബിളല്ല, അത് കുറച്ചുകൂടി ഇങ്ങനെ ആടുന്ന തരത്തിലുള്ളതായിരുന്നു. അപ്പോൾ ആൾക്കാരെന്ത് ചെയ്യും, കയറി കഴിഞ്ഞിട്ട് ഇങ്ങനെ പതിയെ ചവിട്ടി ഇത് കുലുക്കുകയും കൂടെ ചെയ്യുമ്പോൾ ഭയങ്കര പേടിച്ച് കളഞ്ഞ സ്ഥലത്തൂടെ നാദാങ്കോട്ടിൻ്റെ കൈ പിടിച്ച് അപ്പോൾ വരുന്ന കണ്ടപ്പോൾ എനിക്ക് എന്തോരം നൊസ്റ്റാൾജിക് മെമ്മറീസ് ആവുന്നതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടായിരുന്നു. ഭയങ്കര എങ്ങോട്ട് ഫ്രെയിം വെച്ചാലും വളരെ എസ്തെറ്റിക്കലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ് അല്ലെങ്കിൽ സീനറീസ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ മലമ്പുഴ അണക്കെട്ടെന്ന് പറയുന്നത്. മറ്റൊരു ആകർഷണീയത എന്ന് പറയുന്നത് കാനായി കുഞ്ഞിരാമൻ്റെ ഇവിടെയുള്ള മലമ്പുഴ യക്ഷി എന്ന് പറയുന്ന ശില്പമാണ്. ഏകദേശം 30 അടി ഉയരത്തിലുള്ള നഗ്നയായ ഒരു സ്ത്രീയുടെ രൂപമാണ് ഈ മലമ്പുഴ യക്ഷി എന്ന് പറയുന്നത്. ഏകദേശം 1967 നന്ദയുടെ ശില്പത്തിൽ ആരംഭിച്ച് ഏകദേശം അതിനുശേഷം മലമ്പുഴ യക്ഷി എന്നൊരു ആശയത്തിലേക്ക് കാനായി കുഞ്ഞിരാമൻ എത്തുകയാണ്. ഏകദേശം 2 വർഷം കൊണ്ടാണ് ഈ മലമ്പുഴ യക്ഷിയുടെ പൂർത്തീകരണം ഉണ്ടാകുന്നത്. 2019 യക്ഷിക്ക് 50 വയസ്സും കാനായി കുഞ്ഞിരാമന് 80 വയസ്സും എന്നൊരു വാർത്തയൊക്കെ വായിച്ച ഓർമ്മ എനിക്കുണ്ട്. നഫീസുമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ഇതിന് മോഡലായിട്ട് അന്ന് നിന്നിരുന്നത്. പാലക്കാടിൻ സാഹിത്യങ്ങളിൽ സ്ഥിര സാന്നിധ്യമാണ് യക്ഷിയും യക്ഷിപ്പനകളും മറ്റു മിത്തുകളും. അപ്പം ഈ കരിമ്പനകളുടെ നാട്ടിൽ നന്ദിയേക്കാൾ പ്രാധാന്യം യക്ഷിക്ക് തന്നെയാണ്. അങ്ങനെയാണ് ഇവിടെ സഹ്യപർവ്വതത്തിന് അദ്ഭുതമായിട്ട് അർത്ഥവൈകര്യത്തിലുള്ള മലമ്പുഴ യക്ഷിയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണം ഈ പോകുന്ന കേബിൾ കാറുകളാണ്. ഇതിലൂടെ സഞ്ചരിച്ച ഉദ്യാനത്തിൻ്റെ മുകളിലുള്ള വ്യൂസ് നമുക്ക് കാണാൻ സാധിക്കും. ഇത്ര വർഷം ഇത്ര പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഞാനതിനകത്ത് കയറിയിട്ടില്ല. അതിനുള്ള ധൈര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിനുശേഷം നമ്മൾ ഡാമിൻ്റെ മുകളിലേക്കാണ് ചെല്ലുന്നത്. ഇവിടെ വളരെ നല്ല കാറ്റടിക്കുകയും വളരെ ഒരു കാലാവസ്ഥ, അത്രയും വരണ്ട കാലാവസ്ഥയാണെങ്കിലും നല്ല തണുത്ത കാറ്റടിക്കുന്നൊരു സ്ഥലമായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ കേരളത്തിലെ ഏറ്റവും വലിയൊരു അണക്കെട്ടാണ് ഈ മലമ്പുഴ അണക്കെട്ടെന്ന് പറയുന്നത്. ഇത് കൃഷിക്ക് വേണ്ടിയും മറ്റ് വൈദ്യുതി ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത്. പക്ഷേ ഇവിടെ വളരെ അധികം മത്സ്യസമ്പത്തുണ്ട്. ധാരാളം ആൾക്കാർ ഇവിടെ മത്സ്യബന്ധനത്തിനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് രോഹു, കട്ട്ള, തിലോപ്പിയ, കരിമീൻ അങ്ങനെ ധാരാളമായിട്ട് മത്സ്യങ്ങൾ ലഭിക്കുകയും മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി അതുങ്ങളെ ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇത് ഞങ്ങളുടെ കുക്കുവാണ് മറ്റ് ഒരു വലിയൊരു ഞങ്ങളുടെ എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. എനിക്ക് ശരിക്കും BBSന് കുക്കുവിനെ മിസ് ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം ഞാനും കുക്കുമായിരുന്നു BBSലെ വോളണ്ടിയേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വർഷം അങ്ങനെ ഒന്നിച്ച് നിൽക്കാൻ പറ്റാത്തത് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ കുക്കുമായിട്ട് ഞങ്ങൾ അടിപൊളിയായിട്ട്, കുക്കും ശരിക്കും പറഞ്ഞാൽ കേബിൾ കാറെ പേടിയായതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ഇങ്ങനെ നടക്കുമായിരുന്നു. അവിടുന്ന് സ്റ്റെപ്പൊക്കെ ഇറങ്ങി വന്ന് നമ്മളവിടെ കുറച്ച് നേരം ഇന്ന് റെസ്റ്റ് എടുത്തു. അവിടെ നല്ല കാറ്റായിരുന്നു. അത്രയും ഹ്യൂമിഡിറ്റി ഉണ്ടെങ്കിൽ കൂടെ നല്ല തണുത്ത കാറ്റ്. ആ സന്ധ്യാസമയമായപ്പോഴത്തേക്ക് നല്ല തണുത്ത കാറ്റിട്ട് നമ്മൾ മൊത്തത്തിലൊന്ന് കൂളായ ഒരു അന്തരീക്ഷമായിരുന്നു. അതിനുശേഷം നമ്മൾ നേരത്തെ ഇവിടെ ലൈറ്റ് ഷോയും മറ്റ് മ്യൂസിക്കൽ ഫൗണ്ടേഷനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ പോയ സീസൺ ശരിയല്ലാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. ഒരു ഒക്ടോബർ, സെപ്റ്റംബർ, നവംബർ മാസങ്ങളിലൊക്കെ വരികയാണ് ധാരാളം പുഷ്പമേളയും ഭക്ഷ്യമേളയും. അങ്ങനെ അവിടുത്തെ ഉദ്യാനത്തിലെ തന്നെ ഭയങ്കര വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ചെന്നിട്ട് അത്രയും ഒന്നും നമുക്ക് ആകർഷണീയത അവിടെ ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു പണ്ട് നമ്മളുടെ കണ്ണിന് കുളിർമ തന്നിരുന്ന കാര്യങ്ങളൊന്നും ഇന്ന് അവിടെ ഇല്ല ശരിക്കും പറഞ്ഞാൽ. അതൊക്കെ ശരിക്കും അവരുടെ ഒരു മെയിൻ്റനൻസ് കുറവായിട്ട് തോന്നിയത്. എനിക്കറിയത്തില്ല, സീസണിൻ്റെ ആയിരിക്കാം, ചിലപ്പോൾ മറ്റ് പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കാം. ഇവിടെ ആകെപ്പാടി ഉണ്ടായിരുന്നൊരു
ടോംബ് ഉണ്ടായിരുന്നത് ഇത് മാത്രമാണ് ലൈറ്റ് ഇട്ട് അവിടെ ഒരു ഇത്തിരി ഭംഗിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ നമ്മൾ കുറച്ച് നേരം ഇരുന്നു, ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. പണ്ട് വാട്ടർ ഫൗണ്ടൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പവലിയൻ പോലെ എല്ലാവരും ഇരുന്ന് ഇത് പല ഡാൻസ്, ഒരു എന്താ പറയുക, നമ്മൾ ഒരു ടിക്കറ്റ് എടുത്തൊക്കെ കാണാൻ പറ്റിയ അത്രയും നല്ല സ്റ്റാൻഡേർഡ് പ്രോഗ്രാംസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വീണ്ടും ഷോപ്പിങ്ങിന് വേണ്ടി എല്ലാവരുമൊക്കെ ഒന്ന് സ്പ്രെഡായി. ഏകദേശം 8 മണി വരെ ഡാമിൻ്റെ ടൈമുണ്ട് കേട്ടോ. 8 മണിക്ക് മുമ്പേ നമ്മളെല്ലാവരും ഇറങ്ങി. 8 മണിയായപ്പോൾ നമ്മൾ തിരിച്ച് പോരാൻ വേണ്ടി എല്ലാവരും അതിന് മുമ്പിൽ ഗ്യാദർ ചെയ്തു. ടൂർ പോകുമ്പോൾ വാങ്ങുന്ന ചില സാധനങ്ങൾ ഭയങ്കര പ്രത്യേകത. മലമ്പുഴ മയിൽ, മലമ്പുഴ അര എന്നതൊക്കെ ഞാൻ ഇവിടുന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. അതിനുശേഷം നമ്മൾ വണ്ടിയിൽ കയറി പ്രാർത്ഥിച്ചു. അതിനുശേഷം പതിയെ പിള്ളേരുടെ കലാപരിപാടികളൊക്കെ അങ്ങ് തുടങ്ങി. നമ്മൾ തിരിച്ചെത്തി. ഒരു ഫിലിമൊക്കെ കണ്ടാണ് പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പന്നിയങ്കര ടോള് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ, ഭക്ഷണത്തിന് ശേഷം 12:30 1 മണി ഇൻ ബിറ്റ്വീൻ നമ്മളെത്തി. ഇത്രയും നല്ലൊരു ടൂറിസം മനസ്സിൽ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.